പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ മമ്മൂട്ടി ആയതല്ല, പെട്ടെന്ന് വന്നിട്ട് മോഹൻലാൽ ആയതല്ല, പെട്ടെന്ന് വന്നിട്ട് മഞ്ജു വാര്യർ ആയതല്ല. അവരിതിന്റെ തുടക്കത്തിലൊക്കെ അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ എന്തൊക്കെയായിരുന്നു. അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആരും അറിഞ്ഞില്ല. ഈ ഒരു രേണുസുതി അവരെ കുടുംബം പോറ്റാൻ, അങ്ങനെ തന്നെയല്ലേ കരുതുന്നത് നമ്മൾ, അവരെ കുടുംബം പോറ്റാനായിരിക്കും അവർക്ക് അറിയുന്ന തൊഴിലിന് ഇറങ്ങുന്നു. അതിലൊരു ഞാൻ എങ്ങനെ സെർച്ച് പരിശോധിച്ച് നോക്കിയിട്ടും അതിൽ എന്താണ് ഒരു വൾഗാരിറ്റി എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയോ നടികളൊക്കെ നമുക്കൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന മുഖങ്ങളായിരുന്നു. നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയാണ്. ഇപ്പൊ മോഹൻലാലിനെ പോലും അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ പോലെ മുഖമുള്ള ആള് എന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ പരിശോധിച്ചു. ഇപ്പൊ ആ മുഖത്തെ നമ്മൾ ആരാധിക്കുന്നില്ലേ, ആ മുഖത്തൊരു ഉമ്മ വയ്ക്കാൻ നമ്മൾ കൊതിക്കുന്നില്ലേ. അപ്പൊ അത് നമ്മളുടെ ഇടയിൽ നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ ചേക്കേറുന്നതിനനുസരിച്ചിട്ടായിരിക്കും അത്തരം ഒരു ആരാധന ഉണ്ടാകുന്നത്. ഈ രേണുസുതി നാളെ നമ്മൾ ഒരുപക്ഷെ അടുത്ത് കാണാൻ പോലെ കൊതിക്കുമായിരിക്കും. കാരണം അവരതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞാൻ രേണുസുതി ഉണ്ടെങ്കിൽ പറയാൻ വെച്ചിരുന്ന കുറച്ച് വാക്കുകളുണ്ടായിരുന്നു, അതിപ്പോ അവരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അത്തരം നമ്മളെപ്പോലെയുള്ള, ഞാനിപ്പോ സിനിമാ രംഗത്തോ അല്ലെങ്കിൽ ഈ ക്യാമറയുടെ മുമ്പിലോ ആരും അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ നാടകമാണ് എൻ്റെ എല്ലാവരുടെ മുമ്പിലും എനിക്ക് അഭിമാനത്തോടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കല എന്ന് പറയുന്നത്. അതിനെൻ്റെ കരിവേട്ടൻ ചാറ്റിലെ ഒരുപാട് സുഹൃത്തുക്കളും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ